വീണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡർ. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു എന്നാണ് മീഡിയക്കാർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു വോയിസ് കേട്ട് നോക്കിയിട്ട് പറ, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന്. ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്ക്. ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100 99 പേരും തൻ്റെ അടിമയായിരിക്കും. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വെട്ടും. ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു പയ്യൻ ഒരു കാരണം വെച്ചാലും ആത്മഹത്യ ചെയ്യത്തില്ല. ആ വോയിസിൻ്റെ അവസാനം പറയുന്നുണ്ട് നീ കോളേജിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിൻ്റെ കാലും കൈയും വെട്ടിയിടാൻ ആൾക്കാരുണ്ടെന്ന്. അങ്ങനെ ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ആത്മഹത്യ അല്ല, ഇത് കൊലപാതകം തന്നെയാണ്. കേരള പോലീസ് CCTV വിഷ്വൽസ് ഉൾപ്പെടെ തൂക്കി പുറത്ത് വിടണം. കൺഫേം 101% പറയുക, ആത്മഹത്യ അല്ല, ഇത് കൊലപാതകം തന്നെയാണ്.